Dear students, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസിൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വാട്ട് ആർ ദ മെയിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ, ദെൻ വാട്ട് ആർ ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അതർ ഡിഫറെൻറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് OTCEI, ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അതിനെക്കുറിച്ചും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OTCEIക്ക് മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ടുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസസ് ഇൻ ബിറ്റ്വീൻ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ആൻഡ് അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ. ഓക്കെ, what are the main difference between OTCEI and other stock exchanges? സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് സെക്കൻഡറി മാർക്കറ്റ് ഓപ്പറേഷൻസ് ആണ് നടത്തുന്നത്. സെക്കൻഡറി മാർക്കറ്റ് ഓൺ ദ ഫ്ലോർ ഓപ്പറേഷൻസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻസിനെ സ്മൂത്തായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൻ്റെ സഹായത്തോടു കൂടിയാണ്. Then OTCEI is like a stock exchange over the counter of exchange of India ആണ് OTCEI. OTCEIൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് സ്മോൾ കമ്പനീസിനെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക എന്നതാണ്. So we want to discuss about the main differences in between OTCEI and other stock exchanges in India. എന്തൊക്കെയായിരിക്കും OTCEIയും സ്റ്റോക്ക് എക്സ്ചേഞ്ചസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്ന് പറയുന്നത്? ദ ഫസ്റ്റ് ഡിഫറൻസ് ഈസ് ട്രേഡിംഗ് ഡൺ ത്രൂ നെറ്റ്വർക്ക് ഇൻ ദ കേസ് ഓഫ് OTCEI. OTCEIയിൽ ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ആണ് അല്ലേ, ഒരു സ്പെഷ്യൽ കൗണ്ടർ ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി OTCEIയിൽ ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ OTCEI ഓപ്പറേഷൻസ് എല്ലാം തന്നെ ഓവർ ദ കൗണ്ടർ, അതായത് ഓൺലൈൻ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ട്രേഡിംഗ് സിസ്റ്റവും OTCEIയിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. സോ ട്രേഡിംഗ് ഡൺ ത്രൂ നെറ്റ്വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് ആണ് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ട്രേഡിംഗ് ടേക്സ് പ്ലേസ് ഓൺ ദ ഫ്ലോർ ഓപ്പറേഷൻസ് ആണ്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് മറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കാൻ സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ OTCEI ആൻഡ് ദ അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. Then the second difference is in the case of OTCEI, for listing minimum paid up capital of rupees 30 lakh, കമ്പനികൾ 30 lakh പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മിനിമം ഉള്ള കമ്പനികൾക്ക് മാത്രമേ OTCEIയിൽ ലിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് OTCEIനെ ചെറിയ എമൗണ്ട് ആണ്, 30 lakhs എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി ലോവർ എമൗണ്ട് ആണ്. അപ്പോൾ ചെറിയ കമ്പനികൾക്ക് പോലും അല്ലെ ചെറിയ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനികൾക്ക് പോലും ലിസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എവിടെയുണ്ട്? OTCEIയിലുണ്ട്, കമ്പയറിങ് ടു അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിലോ ഫോർ ലിസ്റ്റിംഗ് കമ്പനീസ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 5 crores ആണ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വലിയ കമ്പനികൾക്ക് അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കൂടുതലുള്ള കമ്പനികൾക്ക് മാത്രമേ ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ടും മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലഭിക്കുന്നുള്ളൂ. പക്ഷേ OTCEIൻ്റെ കേസിലാണെങ്കിൽ OTCEIക്ക് 30 ലക്ഷം വരെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള അല്ലെ 30 ലക്ഷം പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള കമ്പനികൾ മുതൽ എവിടെ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? OTCEIയിൽ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഡിഫറൻസ്. ആൻഡ് ദ തേർഡ് ഡിഫറൻസ് ഈസ് ട്രേഡേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഓൺലി അറ്റ് OTCEI. അതായത് സെക്യൂരിറ്റി മാർക്കറ്റിലുള്ള ട്രേഡേഴ്സിനാണ് OTCEIയിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, സ്മോൾ ട്രേഡേഴ്സിനാണ് ലിസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നത്. ദെൻ ട്രേഡ് ഇൻ സെക്യൂരിറ്റീസ് ഓഫ് ഓൾ കമ്പനീസ്, എല്ലാ കമ്പനികൾക്കും ലിസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനുമുള്ള ഫെസിലിറ്റിയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെ ലഭിക്കുന്നത്. ദാറ്റ് ഈസ് ദ തേർഡ് ഫീച്ചർ. ആൻഡ് ദ ഫോർത്ത് ഫീച്ചർ ഇസ് സെറ്റിൽമെൻറ്റ് മെ നോട്ട് ബി ക്വിക്ക്. അതായത് OTCEIൻ്റെ ഒരു പ്രത്യേകതയാണ് ക്വിക്കായിട്ടുള്ള സെറ്റിൽമെൻറ്റ് സാധ്യമല്ല. പക്ഷേ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ ക്വിക്ക് സെറ്റിൽമെൻറ്റ് വളരെ ഈസി ആയിട്ട് സാധിക്കും. അതാണ് ഫോർത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. OTCEIൻ്റെ കേസിൽ ഈസി സെറ്റിൽമെൻറ്റ്
കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസിൽ സെറ്റിൽമെൻറ്റ് വളരെ എളുപ്പത്തിൽ സാധിക്കും. ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ. ആൻഡ് ദ ലാസ്റ്റ് ഡിഫറൻസസ് പ്രൈമറി ഒബ്ജക്റ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, OTCIയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്മോൾ കമ്പനീസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇസ് ടു ഹെൽപ്പ് സ്മോൾ കമ്പനീസ് ഇൻ ദ കേസ് ഓഫ് OTCI. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ഓപ്പറേഷൻസിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. So the main differences in between OTCEI and other stock exchange in the case of objective, the primary objective of OTCEI is to help small companies, and the primary objective of stock market or stock exchange is to improve capital market operation. ഇത്രയുമാണ് OTCEIയും മറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ഡിഫറൻസസ് ആണ് OTCIയുടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, താങ്ക് യു.